3 ദിവസത്തെ സന്ദർശനത്തിനായി ഭാരതത്തിലെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇൻഡോ പസഫിക് സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തും. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, AI സമ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഭാരതമാണ്. അവിടേക്ക് ഇമ്മാനുവൽ മാക്രോൺ എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ റഫാൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ചർച്ചാ വിഷയമാകുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. വിവരങ്ങൾ നിലിമ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഭാരതത്തിലെത്തിയത്. ഭാര്യ ബ്രിജിറ്റ് മാക്രോണുമൊപ്പം ഇന്നലെ രാത്രിയിലാണ് അദ്ദേഹം മുംബൈ വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനമിറങ്ങിയത്. അവിടെ മഹാരാഷ്ട്ര ഗവർണർ ആചാര്യ ദേവവ്രത് അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ള പ്രമുഖരും വിമാനത്താവളത്തിലുണ്ടായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയാകും. പ്രധാനമായും പ്രതിരോധ മേഖലയിലും അതേപോലെ തന്നെ നിർമ്മിത ബുദ്ധിയിലും ഇന്ത്യ അതേപോലെ തന്നെ കൂടുതൽ സഹകരണം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ പസഫിക് ബന്ധം അത് കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശവും ലക്ഷ്യങ്ങളും ഇതിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം റാഫേൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണമാണ്. 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ കൂടുതലായി വാങ്ങുവാൻ വേണ്ടി ഫ്രാൻസുമായി ധാരണയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കും. ഏതാണ്ട് 3.5 ലക്ഷം കോടി രൂപയിൽ അധികം വരുന്ന പദ്ധതി അത് ഈ റാഫേൽ വിമാനങ്ങൾ ഫ്രാൻസിൻ്റെ സഹായത്തോടുകൂടി ഭാരതത്തിൽ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തും. ഒപ്പം തന്നെ നിർമ്മിത ബുദ്ധിയിൽ ഭാരതവുമായി കൂടുതൽ സഹകരിക്കുവാനും ഭാരതവും അതേപോലെ തന്നെ ഇരു രാജ്യങ്ങളും ചേർന്നുകൊണ്ട് തന്നെ ഈ നിർമ്മിത ബുദ്ധിയിൽ കൂടുതൽ വികസിത പ്രവർത്തനങ്ങളിലേക്ക് എത്തുകയും അത് മൂന്നാം രാജ്യങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും വേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഹാമർ മിസൈലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് 19 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സന്ദർശനം നൽകുക. ഡൽഹിയിൽ നടക്കുന്ന AI സബ്മിറ്റിൽ പ്രധാന അതിഥിയായി തന്നെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നിർമ്മിത ബുദ്ധിയിൽ ഏതാണ്ട് 119ലധികം രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നു. അതിൽ 20ലധികം രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്നു. അതിൽ ഏറ്റവും പ്രമുഖൻ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്നെയാണ്. സ്വാഭാവികമായും ഈ സന്ദർശനം 2047 വികസിത ഭാരതത്തിലേക്കുള്ള ജൈത്രയാത്രയ്ക്ക് കൂടുതൽ കൂടിക്കാഴ്ചയാണ് വരാൻ പോകുന്നത്. 3:45 മാക്രോണും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്.